എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു മഷ്റൂം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ 200 ഗ്രാം മഷ്റൂം നന്നായി കഴുകി ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കുക്കർ അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരേലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, പിന്നെ ഇത് പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് സവാളയാണ്. സവാളയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ട് ഇതിലേക്ക് 1 തക്കാളി ഞാൻ നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ബേസ്റ്റ് ആവണ്ട, കുറച്ച് ബേസ്റ്റായിട്ട് മുടി ഒന്ന് വഴന്ന് വെക്കും. ടൊമാറ്റോ ഒന്ന് വഴന്ന് വരുമ്പോൾ മഷ്റൂം ചേർത്ത് കൊടുക്കാം. തക്കാളി ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 പിടി പുതിന ഇല, 1 പിടി മല്ലിയില, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇതിലേക്ക് ഇനി അരച്ച് വെച്ച പുതിനയുടെയും മല്ലിയിലയും പച്ചമുളകും ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെയൊന്ന് വാട്ടി കൊടുക്കും. ഇതിപ്പോൾ അവിടെ മസാല ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണേ. തൈരും കൂടി ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അത് ബിരിയാണിക്ക്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1.5 കപ്പ് അരിയാണ്. ഒന്നര കപ്പ് അരിയുടെ അളവാട്ടോ കാണിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 3.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് 2 വിസിലടുപ്പിക്കാം. വിസിലടിക്കട്ടെ. ബിരിയാണി ആയോ നോക്കാം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. മിക്സ് ചെയ്യാനിത്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. Đây.